ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വെസ്റ്റേൺ ഘാട്ടുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് പശ്ചിമഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റലിന് പാരലായി കാണപ്പെടുന്ന മലനിരകളെയാണ് നമ്മൾ വെസ്റ്റേൺ ഘാട്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഗുജറാത്ത്, ഗോവ, കർണാടക, മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട് അങ്ങനെ 6 സംസ്ഥാനങ്ങളിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന മലനിരകളാണ് വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ ഘാട്ട് മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേരാണ് ദേശ്. വെസ്റ്റേൺ ഘാട്ട് കർണാടകയിൽ അറിയപ്പെടുന്ന പേരാണ് മലനാട്. വെസ്റ്റേൺ ഘാട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് നീലഗിരി എന്ന് പറയുന്നത്. ഇനി വെസ്റ്റേൺ ഘാട്ടിന്റെ സെൻട്രൽ പോർഷൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണര എന്ന് പറഞ്ഞ ഒരു റീജിയനിലാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഘാട്ടിന്റെ സൗത്ത് പോർഷൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാർ റീജിയനിലാണ് എന്ന് കൂടി ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഈ ഒരു പശ്ചിമഘട്ടത്തിന്റെ ജിയോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ പശ്ചിമഘട്ടത്തിന്റെ ജിയോളജിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ലാൻഡ് അല്ലെങ്കിൽ കരഭാഗം അറബിക്കടലിൽ ഇറങ്ങിക്കിടക്കുന്നത് കാരണം രൂപം കൊണ്ട ഒരു ബ്ലോക്ക് മൗണ്ടെയിനാണ് വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി, കരഭാഗം അല്ലെങ്കിൽ ലാൻഡ് അറബിക്കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത് കാരണം രൂപം കൊണ്ട ഒരു ബ്ലോക്ക് മൗണ്ടെയിനാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഒരു ട്രൂ മൗണ്ടെയിൻ അല്ല. അതായത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പർവ്വതമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റുവിൻ്റെ ഒരു ഫോൾട്ടഡ് എഡ്ജാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്, പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് കൊടക്, അതുപോലെ തന്നെ കുദ്രേമുഖ്, അതുപോലെ തന്നെ മഹാബലേശ്വർ, അതുപോലെ തന്നെ പഞ്ചാഗ്നി, അതുപോലെ തന്നെ മധേരൻ, അതുപോലെ തന്നെ ലോണാവാല തുടങ്ങിയവയാണ് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകൾ. ഇനി അതുപോലെ തന്നെ നീലഗിരി റേഞ്ചും സെർവരായൻ റേഞ്ചും തിരുമല റേഞ്ചും കൂടെ ചേരുന്ന ആ പ്രദേശത്ത് വെച്ചിട്ടാണ് പശ്ചിമഘട്ടവും നമ്മുടെ ഈസ്റ്റേൺ ഘാട്ടും കൂടെ പരസ്പരം കണ്ടുമുട്ടുന്നത് എന്ന് കൂടി ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചതിനു ശേഷം വെസ്റ്റ് സൈഡിലേക്ക് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പശ്ചിമഘട്ടത്തിൽ വെച്ച് ഉത്ഭവിക്കുകയും വെസ്റ്റ് സൈഡിലേക്ക് ഒഴുകി പോകുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് പെരിയാറ്, ഭാരതപ്പുഴ, നേത്രാവതി, മണ്ഡോവി, അതുപോലെ തന്നെ ശരാവതി തുടങ്ങിയ നദികളാണ് പശ്ചിമഘട്ടത്തിൽ വെച്ച് ഉത്ഭവിക്കുകയും വെസ്റ്റ് സൈഡിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ വെച്ച് ഉത്ഭവിക്കുകയും കിഴക്കേ സൈഡിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്റ് സൈഡിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാണ് പശ്ചിമഘട്ടത്തിൽ വെച്ച് ഉത്ഭവിക്കുകയും ഈസ്റ്റ് സൈഡിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ വൈൽഡ് ലൈഫിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഘാട്ടിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഈ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിയാണ് നീലഗിരി താർ എന്ന് പറഞ്ഞ ജീവി. നീലഗിരി താർ എന്ന് പറഞ്ഞ ജീവിയുടെ ശാസ്ത്രനാമമാണ് ഹെമിട്രാഗസ് ഹൈലോസിറിക്കസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങിന്റെ സയന്റിഫിക് നെയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കാക്ക സിലനസ് എന്നുള്ളതാണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന IUCNന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് ഡേറ്റ ബുക്കിനകത്ത് പരാമർശിക്കുന്ന 326 സ്പീഷ്യസുകളെയും നമുക്ക് ഈ ഒരു പശ്ചിമഘട്ടത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒന്ന് എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അതുപോലെ തന്നെ നാഗർഹോള നാഷണൽ പാർക്ക്. നാഗർഹോള നാഷണൽ പാർക്കിനെ പറ്റി പറയുമ്പോൾ ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് നാഗർഹോള വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസിഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ വയനാട് വന്യജീവി സങ്കേതം, മുതലമല വന്യജീവി സങ്കേതം, സൈലന്റ് വാലി നാഷണൽ പാർക്ക് തുടങ്ങിയവയും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടത്തിലാണ് എന്ന് കൂടി ഓർത്തിരിക്കാം. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിനെ പറ്റി അല്ലെങ്കിൽ വെസ്റ്റേൺ ഘാട്ടിനെ പറ്റി പറയുമ്പോൾ ലോകത്തിലുള്ള 8 പ്രധാനപ്പെട്ട ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ ഘാട്ട് എന്ന് കൂടി ഓർത്തിരിക്കാം. ഇനി അടുത്ത് നമുക്കറിയാം, നമ്മുടെ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് 6 സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ 6 സ്റ്റേറ്റുകളിലും 44 ജില്ലകളിലും 142 താലൂക്കുകളിലും 13 നാഷണൽ പാർക്കുകളിലും കൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ വെസ്റ്റേൺ ഘാട്ട്. ഒരിക്കൽ കൂടി, നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് 6 സംസ്ഥാനങ്ങളിലൂടെയും 44 ജില്ലകളിലൂടെയും 142 താലൂക്കുകളിലൂടെയും കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മലനിരയാണ് നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ ഘാട്ടിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 6 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു വെസ്റ്റേൺ ഘാട്ട് പോകുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ ഘാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനവധി നദികൾ നമ്മുടെ രാജ്യത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 6 സംസ്ഥാനങ്ങളിലും വാട്ടർ സപ്ലൈ നടത്തുന്നത് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടാണ് അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പശ്ചിമഘട്ടത്തിനെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 2010 കാലഘട്ടത്തിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഒരു പുതിയ എക്സ്പേർട്ട് പാനലിനെ രൂപീകരിച്ചു. അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനെ പറ്റി പഠിക്കാൻ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിനെ കൺസർവ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി 2010 കാലഘട്ടത്തിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഒരു പുതിയ കമ്മീഷനെ നിയോഗിക്കുന്നു. ആ കമ്മീഷന്റെ പേരാണ് ഗാർഗിൽ കമ്മീഷൻ. ഈ ഗാർഗിൽ കമ്മീഷന്റെ മറ്റൊരു പേരാണ് WGEEP. പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഘാട്ട് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനൽ എന്നുള്ളതാണ് WGEEPയുടെ പൂർണ്ണരൂപം. എന്താണ് WGEEP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൻവയോൺമെന്റൽ റിസർച്ച് കമ്മീഷനാണ് WGEEP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ WGEEP അല്ലെങ്കിൽ നമ്മുടെ ഗാർഗിൽ റിപ്പോർട്ട് ഏത് വർഷത്തിലാണ് സബ്മിറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 ആഗസ്റ്റ് 31 നമ്മുടെ ഗാർഗിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഗാർഗിൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു WGEEP അല്ലെങ്കിൽ ഗാർഗിൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഗാർഗിൽ കമ്മിറ്റിയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ശുപാർശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകളെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകളെ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയകളായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഗാർഗിൽ കമ്മിറ്റിയുടെ ഒന്നാമത്തെ ശുപാർശ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ശുപാർശ എന്ന് പറയുന്നത് പശ്ചിമഘട്ടം ഏകദേശം 142 താലൂക്കുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 142 താലൂക്കുകളെയും പരിസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണുകളായിട്ട് തരംതിരിക്കണമെന്ന് ഇദ്ദേഹം ശുപാർശ ചെയ്യുകയുണ്ടായി. അതായത് ഓരോ താലൂക്കുകളെയും ESZ1, ESZ2, ESZ3 അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കണമെന്ന് ഈ ഒരു ഗാർഗിൽ റിപ്പോർട്ട് ശുപാർശ ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്താണ് ESZ1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ESZന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ എന്നുള്ളതാണ്. അപ്പോൾ ESZ1 എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വളരെ പരിസ്ഥിതി ലോല പ്രദേശത്തിനെയാണ് ESZ1 പ്രദേശമായിട്ട് കണക്കാക്കുന്നത്. അതായത് വളരെ പ്രയോറിറ്റി ആവശ്യമായിട്ടുള്ള പ്രദേശങ്ങളെയാണ് ESZ1 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ESZ എന്ന് പറഞ്ഞ പ്രദേശത്തിൽ ഒരു കാരണവശാലും മൈനിങ്, തെർമൽ പവർ പ്ലാന്റ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങിയ ഒരു പരിപാടികളും നടത്താൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ശുപാർശ, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സമയകാലത്ത് ഈ കമ്മിറ്റി ESZ1 ആയി പ്രഖ്യാപിച്ച സ്ഥലത്ത് 2 പ്രധാനപ്പെട്ട ഡാമുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ ഡാം പ്രോജക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കേരളത്തിലെ അതിരപ്പള്ളി പ്രോജക്റ്റ്, മറ്റേതെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഗുണ്ടിക എന്ന് പറഞ്ഞ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രോജക്റ്റ്. അങ്ങനെ 2 പ്രോജക്റ്റുകളാണ് ആ സമയത്ത് ESZ1 എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ. അപ്പോൾ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ESZ1 ആയി പ്രഖ്യാപിച്ച സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ 2 പ്രധാനപ്പെട്ട ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഈ ഒരു ESZ1 ആയി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ഒരു ഡാമുകളും കെട്ടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു നിർമ്മിതികൾക്കും അല്ലെങ്കിൽ ഒരു ഡാമുകൾക്കും എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകരുതെന്നും ഈ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്യുകയുണ്ടായി. ഇനി അതുപോലെ തന്നെ മറ്റൊരു ശുപാർശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലഘട്ടത്തിൽ ഹൈ അതോറിറ്റിയുടെ തീരുമാനമാണ് നടന്നിരുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനിച്ചാൽ അത് ജില്ലാ ഗവൺമെൻറ്റും താലൂക്കുകളും പഞ്ചായത്തുകളും ആ തീരുമാനം അതേപടി അനുസരിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ പഞ്ചായത്തുകൾക്കും ഗ്രാമസഭകൾക്കും അധികാരം നൽകണമെന്ന് ഇദ്ദേഹം തൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ഇവിടെ നടപ്പിലാക്കണമെന്ന് ഈ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി WGEA എന്ന് പറഞ്ഞ ഒരു ബോർഡ് രൂപീകരിക്കണമെന്നും ഈ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. WGEA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റേൺ ഘാട്ട് എക്കോളജിക്കൽ അതോറിറ്റി എന്നുള്ളതാണ് WGEA എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡിൻ്റെ പൂർണ്ണരൂപം. അതായത് ഈ ഒരു WGEA എന്ന് പറഞ്ഞ ബോർഡിന് നമ്മൾ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 3 പറഞ്ഞിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ WGEA എന്ന് പറഞ്ഞ ബോർഡ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പ്രൊട്ടക്ഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കണമെന്നും നമ്മുടെ ഈ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ ക്രിറ്റിസിസത്തിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായിട്ടുള്ള കുറ്റങ്ങളെ പറ്റി, അല്ലെങ്കിൽ മാധവ് ഗാഡ്ഗിലിനെതിരായിട്ടുള്ള പരാമർശങ്ങളെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിലുള്ള വെസ്റ്റേൺ ഘാട്ടിനെ മൊത്തം എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും വലിയ തരത്തിലൊരു ദോഷമുണ്ടാക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് അങ്ങ് ഗുജറാത്ത് തൊട്ട് കേരളം വരെ, തമിഴ്നാട് വരെ കിടക്കുന്ന ഒരു വലിയ വൻനിരയാണ്, മലനിരകളാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിനടുത്ത് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തിനകത്ത് നമുക്ക് തെർമൽ പവർ പ്ലാന്റോ ന്യൂക്ലിയർ പവർ പ്ലാന്റോ ഡാമുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കൺസ്ട്രക്ട് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ എനർജി പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു റിപ്പോർട്ടിനെതിരായിട്ടുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടിനെതിരായിട്ടുള്ള രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, WGEA എന്ന് പറഞ്ഞ അതോറിറ്റിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്.
അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിൽ 1927 കാലം തൊട്ട് അനവധി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടും എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടും അനവധി നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ അനവധി അതോറിറ്റീസും ബോർഡുകളും നമ്മുടെ രാജ്യത്തിൽ ഫോറസ്റ്റുമായിട്ടും എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് അനവധി ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും ഒരു വെസ്റ്റേൺ ഘാട്ട് എക്കോളജിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു അതോറിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്രിറ്റിസിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന് അത് വലിയ രീതിയിൽ റവന്യൂ നഷ്ടമുണ്ടാക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ക്രിറ്റിസിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കസ്തൂരി രംഗൻ കമ്മിറ്റിയെ പറ്റിയിട്ടാണ്. എന്താണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 522 പേജുകളുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നിയോഗിച്ച ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു HLWG ആണ്. അതായത് ഒരു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കസ്തൂരി രംഗൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പശ്ചിമഘട്ടത്തിലെ എല്ലാ പ്രദേശങ്ങളെയും നമുക്ക് എക്കോ സെൻസിറ്റീവ് സോണാക്കേണ്ട ആവശ്യമില്ല. പകരം പശ്ചിമഘട്ടത്തിലെ 37% മാത്രം നമുക്ക് പരിസ്ഥിതി ലോല പ്രദേശത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ 60,000 സ്ക്വയർ കിലോമീറ്ററിനെ മാത്രം നമുക്ക് ESAയിൽ ഉൾപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശ സോണായി ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ഒന്നാമത്തെ ശുപാർശ എന്ന് പറയുന്നത്. കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ രണ്ടാമത്തെ ശുപാർശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ESA ആയിട്ട് അല്ലെങ്കിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ആയിട്ട് അല്ലെങ്കിൽ ESA ആയിട്ട് ഒരു പ്രദേശത്തെ പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ പരിസ്ഥിതി ലോല മേഖലയായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തിൽ ഒരു കാരണവശാലും മൈനിങ് ആക്ടിവിറ്റീസോ കോറി ആക്ടിവിറ്റീസോ മണൽ വാരലോ ഒന്നും തന്നെ നടത്തുവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഈ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ രണ്ടാമത്തെ ശുപാർശ എന്ന് പറയുന്നത്. കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ മൂന്നാമത്തെ ശുപാർശ എന്ന് പറയുന്നത്, ഒരു പ്രദേശത്തെ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഏരിയക്കകത്ത് കൃഷി ചെയ്യുകയോ ഹ്യൂമൻ സെറ്റിൽമെന്റ് നടത്തുകയോ തോട്ടം നിർമ്മിക്കുകയോ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ റെക്കമെൻഡേഷൻ. അതായത് ഒരു പരിസ്ഥിതി ലോല പ്രദേശത്തിൽ കൃഷി ചെയ്യാം, ഒരു പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നമുക്ക് തോട്ടത്തിൽ കൃഷി ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞ നാലാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പ്രദേശത്തെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് അല്ലെങ്കിൽ ESA ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മൈനിങ്സ് എല്ലാം ക്ലോസ് ചെയ്യണം. അതായത് ആ പ്രദേശത്തിൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ആ പ്രദേശത്തിലെ ഖനനം നിർത്തലാക്കണം, അല്ലെങ്കിൽ ആ ഖനനം ചെയ്യുന്നതിനുള്ള ലീസ് പീരിയഡ് എക്സ്പയർ ആക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞ അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ESA പ്രദേശങ്ങളിൽ തെർമൽ പവർ പ്ലാന്റുകൾ ഒരു കാരണവശാലും അനുവദിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ വേണമെങ്കിൽ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കാം. അതും ചുമ്മാ നടപ്പിലാക്കാൻ പറ്റത്തില്ല. ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയതിനു ശേഷം വേണമെങ്കിൽ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നമുക്ക് നടത്താൻ പറ്റും എന്ന് ഇദ്ദേഹം തൻ്റെ റെക്കമെൻഡേഷനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റിയെ പറ്റി പറയുമ്പോൾ, ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റി പ്രകാരം 123 ഗ്രാമങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ 123 ഗ്രാമങ്ങളെ ESA ആയിട്ട് ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതുപോലെ തന്നെ കർഷകർക്ക് വളരെ അനുകൂലമായിട്ടൊരു നിലപാടെടുത്ത ഒരു കമ്മിറ്റി കൂടിയാണ് ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ക്രിറ്റിസിസത്തിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ചില കുറ്റങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ചില പാളിച്ചകളെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കുറ്റം എന്താണ്, ഒന്നാമത്തെ ക്രിറ്റിസിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി പശ്ചിമഘട്ടത്തിനെ പറ്റി പഠിച്ചു. പശ്ചിമഘട്ടത്തിനെ പറ്റി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം നേരിട്ട് പശ്ചിമഘട്ടത്തിൽ ചെന്ന് നോക്കിയിട്ടൊന്നുമല്ല തൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അദ്ദേഹം റിമോട്ട് സെൻസിങ് ടെക്നോളജി ഉപയോഗിച്ചു, ഏരിയ സർവേ മെത്തേഡ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പശ്ചിമഘട്ടത്തിനെ പറ്റി ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ യഥാർത്ഥ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്തൊക്കെയാണെന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. അതാണ് ഒന്നാമത്തെ ക്രിറ്റിസിസം. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഉദ്യോഗസ്ഥർക്കും ബ്യൂറോക്രാറ്റുകൾക്കും ഫോറസ്റ്റ് ഓഫീസർമാർക്കും കൂടുതൽ അധികാരം നൽകിയ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൂടിയാണ് ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ക്വാറികൾക്കും ടൂറിസം മേഖലകൾക്കും അനുകൂലമായിട്ടൊരു നിലപാടെടുത്ത കമ്മിറ്റി എന്നുള്ളതാണ്. അതായത് കസ്തൂരി രംഗൻ കമ്മിറ്റി ടൂറിസത്തിന് ഒരു അനുകൂലമായിട്ടൊരു നിലപാടെടുത്ത കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ടൂറിസം കൂടുതലായിട്ട് വരികയാണെങ്കിൽ അവിടുത്തെ ജലക്ഷാമം കുറയും. അങ്ങനെ ജലക്ഷാമം വരുമ്പോൾ അവിടുത്തെ കർഷകർ ബുദ്ധിമുട്ടാവും, അവിടെയുള്ള കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവും. അതാണ് മൂന്നാമത്തെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഒരു കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം ഞാൻ പറഞ്ഞു നിരവധി 120 ഏകദേശം 123 ഗ്രാമങ്ങളെ വരെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ടൊക്കെ ഉൾപ്പെടുത്തിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ഒരു പാളിച്ച എന്ന് പറയുന്നത്, ചില റബ്ബർ തോട്ടത്തിനെ വരെ ചില സ്ഥലങ്ങളിൽ റബ്ബർ തോട്ടങ്ങളെ വരെ ഇദ്ദേഹം ഈ പരിസ്ഥിതി ലോല പ്രദേശത്തിനകത്ത് ഉൾപ്പെടുത്തി പോയായിരുന്നു. അപ്പോൾ അതാണ് മറ്റൊരു പാളിച്ചയായിട്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. കേരള ഗവൺമെൻറ് പശ്ചിമഘട്ടത്തിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റിയും കസ്തൂരി രംഗൻ കമ്മിറ്റിയൊക്കെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച ഒരു കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി. ഈ ഉമ്മൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മനാണ്. അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിലെ ചെയർമാൻ ആയിരുന്നു ഈ ഒരു ഉമ്മൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് കൂടി ഓർത്തിരിക്കാം. ഇനി ഈ ഒരു ഉമ്മൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത്, ഈ ഒരു ഉമ്മൻ ബി കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കേരള വെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എക്കോളജിക്കൽ ഫ്രാക്റ്റൈൽ ലാൻഡ് ആക്ട് 2003. ഒരിക്കൽ കൂടി, കേരള വെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എക്കോളജിക്കൽ ഫ്രാക്റ്റൈൽ ലാൻഡ് ആക്ട് 2003. ഈ ഒരു നിയമത്തിന് ഇപ്പോൾ നിലവിൽ വലിയ രീതിയിൽ ഒരു ശക്തി ഇല്ല എന്ന് ഇദ്ദേഹം കണ്ടെത്തി. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിലെ വനമേഖലകളിൽ ക്വാറികൾ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് ഇദ്ദേഹം തൻ്റെ ശുപാർശയിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ജനവാസ മേഖലയെയും വനമേഖലയെയും വേർതിരിക്കുന്നതിന് വേണ്ടി ഒരു ഫീൽഡ് സർവേ നടത്തണമെന്ന് ഇദ്ദേഹം തൻ്റെ ശുപാർശയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക രീതിയിൽ മതിലുകൾ തീർത്തുകൊണ്ട് ഫാം ലാൻഡുകളെയും വനമേഖലയെയും സെപ്പറേറ്റ് ചെയ്യണമെന്നും ഇദ്ദേഹം തൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക്
ഗ്രേസ് പീരീഡ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയർത്തണമെന്നും ഇദ്ദേഹം തൻ്റെ റിപ്പോർട്ടിനകത്ത് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഉമ്മൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ട് പറയുവാനായിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടേമാണ്. അതായത് എന്താണ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞ പ്രദേശത്തിൽ ഒരു മൈനിങ് നടത്താൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ തെർമൽ പ്ലാന്റ് നടത്താനോ റിവർ വാലി പ്രോജക്റ്റ് നടത്താനോ ന്യൂക്ലിയർ പ്രോജക്റ്റ് നടത്താനോ ഒക്കെ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഒരു എ എന്ന് പറഞ്ഞ പ്രദേശത്തിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രോജക്റ്റിനെ മോഡിഫൈ ചെയ്യുവാനോ ഗവൺമെൻറ് തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഒരു പ്രദേശത്തിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഗവൺമെൻറ് അവതരിപ്പിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തിലുള്ള എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു അനലൈസിനെയാണ് നമ്മൾ എൻവയോൺമെൻ്റൽ ക്ലിയറൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് EIA എന്നുള്ള ടേം. EIA എന്നുള്ള ടേം എന്താണ് EIAയുടെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്നുള്ളതാണ്. എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്നുള്ളതാണ് EIAയുടെ പൂർണ്ണരൂപം. എന്താണ് EIA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ആ പ്രോജക്റ്റ് കാരണം ആ പ്രദേശത്തിലെ എൻവയോൺമെന്റിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഈ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റൽ ടൂൾ ആണ് എന്ന് കൂടി അങ്ങ് ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നമ്മൾ എടുത്തു പറയേണ്ട 2-3 ബോർഡുകളുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് അതോറിറ്റി. സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് അതോറിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാറ്റഗറി B1 പ്രോജക്റ്റുകൾക്ക് എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് ഡിസ്ട്രിക്ട് ലെവൽ എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് കാറ്റഗറി B2 പ്രോജക്റ്റുകൾക്ക് അനുമതി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് ഡിസ്ട്രിക്ട് ലെവൽ എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ 2 ബോഡികളും വരാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് നോട്ടിഫിക്കേഷൻ 2006 എന്ന് പറഞ്ഞ ഒരു നിയമപ്രകാരമാണ്. ഈ ഒരു നിയമം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്നും ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമാണ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് നോട്ടിഫിക്കേഷൻ 2006 എന്ന് പറഞ്ഞ നിയമം. ഇനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ബോർഡാണ് സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി. സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടൽ തീരത്തിനടുത്തുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ ഇൻഡസ്ട്രികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കടലിനടുത്തുള്ള അല്ലെങ്കിൽ കടൽത്തീരത്തിനടുത്തുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടി CRZ ക്ലിയറൻസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ അതോറിറ്റി. ഇനി അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 പ്രകാരം ഫോറസ്റ്റ് ക്ലിയറൻസ് നൽകുന്നത് ഏത് ഉദ്യോഗസ്ഥനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ് എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിൽ മണൽ വാരുന്നതുമായി ബന്ധപ്പെട്ട് ക്ലിയറൻസ് നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്ലേജ് പഞ്ചായത്താണ് എന്ന് കൂടി ഓർത്തിരിക്കുക.